എന്താ വിശ്വാസക്കുറവുകൊണ്ടാണോ പരിശോധനയ്ക്ക് ഇറങ്ങിയത്? വിശ്വാസക്കുറവുകൊണ്ടല്ല, ഈ നാട്ടിലില്ലാത്തൊരു പരിപാടി ആയതുകൊണ്ട് ഒരു മനസമാധാനക്കുറവ്. അബ്ബാസിന്റെ പണി അബ്ബാസിന് വിട്ടുതരിക. நான் 1000 வாட்டி சொன்னேன், இவன் நம்பவே இல்ல. நீங்க நிம்மதியா நம்ம வேலையை பாருங்க. வரேன், வாயா. சந்தேகம் பிடிச்சவங்களாம் கூட வச்சுட்டு பெரிய தொல்லையா போச்சு. എടോ നടരെ, അവൻ പറയുന്നത് വിശ്വസിക്കാവോടോ? അവന്റെ താടിയും മുടിയും നോട്ടവും എല്ലാം കൂടെ കാണുമ്പോ நீ கவலையே படாத. அவன் பாக்குறதுக்கு தான் அப்படி, யாருகிட்டயும் பேச மாட்டான். ஆனா காரியத்துல கெட்டிக்கார. അതല്ലടോ ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ അന്നത്തെ വിരട്ട് ആ പത്രക്കാരി പെണ്ണിന് ഏറ്റ ലക്ഷണമില്ല. ഇനി അവളെ വെറുതെ വിട്ടാൽ നമ്മൾ ആപ്പിലാവും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. என்னையா பைத்தியக்கார மாதிரி பேசுற? അവൾ വീണ്ടും എന്തൊക്കെയോ കുണ്ടാമണ്ടികൾ ഒപ്പിക്കാൻ പോവാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. നമ്മുടെ ഡിസ്റ്റിലറിയും മദ്യദുരന്തവും അബ്ബാസും ഇലക്ഷനും എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി തയ്യാറാക്കി അവൾ ഡൽഹിയിലെ പത്രത്തിൽ അയക്കാൻ പോവാണെന്ന്. ഇലക്ഷൻ കമ്മീഷണർക്കും കോപ്പി അയക്കുമെന്ന്. പോയാ താൻ ആ ഇലക്ഷൻ കമ്മീഷണറെ പറ്റി കേട്ടിട്ടുണ്ടോ? അല്ല, ഇയാളെല്ലാം പത്രം വായിക്കുകയല്ലോ. അങ്ങേരാളൊരു കടിക്കാൻ പറ്റിയ എല്ലും കഷ്ണവും കാത്തു കിടക്കുകയാണ് അയാള്. മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞതുപോലെ ഈ ന്യൂസ് സ്റ്റോറിയും കൂടി ആവുമ്പോ ഇലക്ഷൻ എങ്ങാനും ക്യാൻസൽ ചെയ്യുമെന്നാണ് എന്റെ പേടി. யாரியா அந்த எலெக்ஷன் கமிஷனர்? ചീഫ് മിനിസ്റ്റർ നമ്മ പക്കം തന്നെ. ചീഫ് മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്റർ പക്ക വരുന്നാലും ഒന്നും ചെയ്യാനാവില്ല. തനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ ഇലക്ഷൻ കമ്മീഷണറെ. ഒരു നിലയ്ക്കും ആ പെണ്ണ് എഴുതുന്ന ഒരു സ്റ്റോറിയും ഡൽഹിയിൽ എത്താൻ പാടില്ല. ഓ, அப்படி ஒண்ணு இருக்கா? എങ്ങനെ സംഭവിച്ചു എന്ന് വല്ല വിവരമുണ്ടോ? അന്വേഷിക്കുന്നുണ്ട് സാർ. ഏതോ ആക്സിഡന്റിൽ സെത്തു പോച്ചെന്ന് കേൾവിപ്പെട്ട. എന്തായാലും വിശദമായ അന്വേഷണം വേണം സാർ. വാ. പത്രങ്ങളുടെയും പത്രക്കാരുടെയും സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതിലൊരു വീഴ്ചയും ഉണ്ടാവില്ല. ഈ കാര്യം ഞാൻ വീണ്ടും 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 പൊക്കിപ്പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. കവിതാ മേനോന്റെ മരണം ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതകമാണ്, ആസൂത്രിതമായ കൊലപാതകം. ഇതിന്റെ പിന്നിലുള്ള കറുത്ത ശക്തികളെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ഞാനും എന്റെ പാർട്ടിയും ശക്തമായി ശ്രമിക്കുന്നതാണ്. ഈ നാട്ടിലെ നിയമസമാധാനം തകർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ സംഭവം. ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയായ മന്ത്രിമുഖവിന്റെയും DGPയോട് തിരിച്ചു വിളിക്കാമെന്ന് പറയൂ. എന്തായാലും താനും രാജമാണിക്യ നാടാരും കൂടി ചെയ്ത ചെയ്ത് ഒരു കടുങ്കൈയായി പോയി സിക്കെ. നാടാകെ ഇളകിയിരിക്കുക. കൂടാതെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ എൻക്വയറീസ് വേറെയും. നമ്മൾ എന്ത് മറുപടി പറയും?
എന്താ ഒന്നും മിണ്ടാത്ത രാമകൃഷ്ണ? താനാ ഹോം മിനിസ്റ്റർ, മറക്കണ്ട. ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കണമെന്ന് കളക്ടർമാർക്കെല്ലാം നിർദ്ദേശം കൊടുക്കാൻ അല്ല എന്ത് ചെയ്യാനാ CM? അപ്പോഴേ എന്ത് നിർദ്ദേശം കൊടുത്താലും മീനാക്ഷിപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന പ്രശ്നമില്ല. പ്രതിപക്ഷ നേതാവിന്റെ പൊതുയോഗത്തിൽ ബോംബ് വീണെന്ന് ആര് പറഞ്ഞു? അത് ബോംബായിരുന്നില്ല. ഇറ്റ് വാസ് എ നാച്ചുറൽ മിസ്ഹാപ്പ് ഇൻ കണക്ഷൻ വിത്ത് പവർ സപ്ലൈ. ഒരു അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ് മാത്രം എന്നൊരു പ്രസ്താവന CM പത്രങ്ങൾക്ക് എഴുതി കൊടുക്കണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അത്തരത്തിലുള്ള റിപ്പോർട്ട് അയക്കാൻ ചീഫ് സെക്രട്ടറിയോട് പറയണം. മുമ്പൊരു തെരഞ്ഞെടുപ്പിൽ ഒരു ഈച്ചയ്ക്ക് പോലും കോട്ടം സംഭവിക്കാൻ സാധ്യതയില്ലാത്തടത്ത് 7000 പേർ ചാകുമെന്ന് എഴുതി കൊടുത്തില്ലേ? CM-ന് ഡൽഹിയിലുള്ള സ്വാധീനം വെച്ച് ഇക്കാലത്ത് നടക്കാത്തതായിട്ട് എന്താ ഉള്ളത്? CK പറഞ്ഞതിലും ബുദ്ധിയില്ലാതില്ല. വിളിക്കണം CM ചീഫ് സെക്രട്ടറിയെ. മാഡം വളരെ വറീഡാണല്ലോ. Hey, it is all part of this job. ഇതിനേക്കാൾ ഭേദമായിരുന്നു പഴയ ടീച്ചറുടെ ജോലി എന്ന് തോന്നുന്നുണ്ടോ? ദേ, ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. ഉത്തരവിന് കാത്തു നിൽക്കുന്ന പട്ടാളക്കാരന്റെ അവസ്ഥയാ. എന്താന്ന് വെച്ചങ്ങ് പറഞ്ഞാൽ മതി. ആ, ഞാൻ രാജുവിനെ അടിയന്തരമായി വിളിപ്പിച്ചത് സിറ്റുവേഷൻ ഒന്ന് അസസ് ചെയ്യാനാണ്. മറ്റന്നാൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യാം. ആരെ ഒതുക്കണം അതിങ്ങ് പറഞ്ഞാ മതി. അടിയുണ്ടാക്കാൻ തനിക്ക് ധൃതിയായി. സമാധാനമായ ഒരു ഇലക്ഷൻ ആ ക്രിമിനൽ പുറത്ത് നിൽക്കുമ്പോൾ നടക്കുവോ? അവനെ പോക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇനി രാജമാണിക്യം നാടാരെ 2 ദിവസം ലോക്കപ്പിലിടണം. അത്രയ്ക്കൊന്നും വേണ്ട. എന്താ മേഡം പോയി ഒരു ട്രാങ്ക്ലേസർ ഒക്കെ അടിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങ്. ഇനി ഇത് കഴിഞ്ഞിട്ടേ എനിക്ക് ഉറക്കുള്ളൂ. എവിടാ അവൻ? അബ്ബാസ് അറിയില്ല. അറിയില്ലടാ റാസ്കൽ. സത്യം 2 ദിവസമായി അബ്ബാസ് ഭായ് പോയിട്ട്. നീ അവന്റെ ആരാ? പറടാ. എന്റെ ഭാര്യ. ഭായ് നിന്നെ തൂക്കിയെടുത്ത് അകത്തിട്ടാ മതി. അവനങ്ങ് സ്റ്റേഷനിൽ വരും. അത് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ അതൊരു ആണത്തും ഇല്ലാത്ത പരിപാടിയാ. ഞാന് അവനെ നേരിട്ട് കണ്ടോളാം. ഇത് ഒരു വഴിത്തിരിവാണെന്ന് വിചാരിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാ ബൂത്തിലും നമ്മൾ ആളുകളുണ്ട്. നമസ്തേ ജി. വാ. വിജയ് ആപ്കി പാസ് ഹൈ. ജരൂർ. നേതാജി പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കില്ല. അബ്ബാസ് ഭായ് എന്നോട് സത്യം ചെയ്ത് പറഞ്ഞു, നേതാജി ജയിക്കും. പോട്ടെ ജഗു. നമസ്തേ ജി. നമസ്തേ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനിവിടം വിടും. പാർവതിജി MLA എന്ന് കണ്ട് സന്തോഷത്തോടെ. ഒരുപക്ഷെ ഇനി ഒരിക്കലും ഇങ്ങോട്ട്. അങ്ങനെ പറയരുത്. നിനക്കെപ്പോഴും ഇങ്ങോട്ട് വരണം. ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല.
വോട്ടെണ്ണുമ്പോ ഇവരുടെ ഗതി എന്താവും? അവൻ ഗതി അതോ ഗതി ഗോവിന്ദം. ഇല്ല സർ, ഐ എം ഷുവർ എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട്. ബാലറ്റ് പേപ്പർ തന്നെ വ്യാജമാണോന്ന് സംശയമുണ്ട്. ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് സർ. സാർ ഇപ്പൊ തന്നെ കമ്മീഷണറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിക്കണം പ്ലീസ്. ആ മീനാക്ഷിപുരം നിയോജക മണ്ഡലത്തിൽ 12 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ എതിർ സ്ഥാനാർത്ഥി കുമാരി പാർവതി പണിക്കരേക്കാൾ 15,000-ൽ പരം വോട്ടുകൾക്ക് മുന്നിലാണ് ശ്രീ CK രാധാകൃഷ്ണൻ. ഇതിലേതാണ്ട് ചതിയുണ്ടെന്ന് തോന്നല്ലോ. ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ കൂടുതൽ പോലീസിനെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. മതി. குடிங்க, சந்தோஷமா குடிங்க. அதான் மினிஸ்டர் சேர் கன்ஃபார்ம் ஆயிருச்சு. അളിയാ, തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ ഇനി ഇതുപോലെ ഒരുപാട് ആവശ്യങ്ങൾ വരും. അന്നൊന്നും ഞങ്ങളെ തഴഞ്ഞുകളയല്ലേ. இந்தா, ஒரு மினிஸ்டர் மாதிரியா நீ நடந்துக்கிற? சும்மா உட்காரியா, மூடிட்டு உட்காரியா. அப்பாஸ், நான் உங்களுக்கு வார்த்தை கொடுத்த மாதிரி நீங்க செஞ்ச வேலைக்கு